വേദം പറയുന്ന എത്ര ഉദാത്തമായ ഒരു ഭാവമാണ് വേദം പറയുന്നത് നോക്കാം. എന്താണ് പറയുന്നത്? ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. നാം സമ്പത്തിന്, എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമ്പത്താണ് അല്ലെ? കർഷകൻ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ്, കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ്. നമ്മൾ ഓരോരുത്തരും എന്താണ് ബുദ്ധിപരമായ കാര്യം അധ്യാപനം ചെയ്യുന്നു. അധ്യാപനം ചെയ്യുമ്പോഴും എന്താണ് ഉണ്ടാകുന്നത്? അതിലൂടെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നു, അതിനനുസൃതമായിട്ടുള്ള ജോലികളിൽ അവർ വ്യാപൃതരാകുന്നു, സമ്പത്തുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടായാലും സമ്പത്ത് നമുക്ക് ആരും തരികയല്ല. ദേവാഹ പൂർവേ യഥാ, എങ്ങനെയാണോ പൂർവികരായിട്ടുള്ള ദേവന്മാർ, ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാഹ ഉപാസത, ഓരോരുത്തരും അറിയുന്നവരായി താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, ഈ സമൂഹത്തിൽ തൻ്റെ നിലപാട് എന്താണ്, താൻ ചെയ്യുന്ന തൻ്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അവനവന് അർഹമായ സമ്പത്തിനെ എടുക്കണം. എത്ര ഉദാത്തമാണെന്ന് നോക്കൂ. അപ്പൊ എന്ത് വേണ്ട? നമ്മൾ എന്തുപോലെയാണ് ദേവന്മാർക്കായി നാം പല നിയോഗങ്ങളോടുകൂടി പല ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിക്കുന്നു. യജ്ഞങ്ങളിൽ ഏതെല്ലാം ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിച്ചാലും ആ ദേവന്മാർ തങ്ങൾക്ക് അർഹമായ ഭാഗം മാത്രം സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അർഹമായതിനെ മാത്രം സ്വീകരിക്കൂ. ഓരോരുത്തരും അർഹമായി സ്വീകരിച്ചാൽ എന്താണ്? അർഹമായത് മാത്രം സ്വീകരിച്ചാൽ എന്താണ്? എല്ലാവർക്കും അവരവർക്ക് അർഹമായ സമ്പത്ത് ലഭിക്കും. അപ്പൊ എന്തുണ്ടാവില്ല? കുറെ പേര് കൂടുതൽ സമ്പന്നന്മാരാവുകയും കുറെ പേര് നിസ്സന്മാര് ദരിദ്രന്മാരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എത്ര ഉയർന്ന ഒരു സമ്പദ് വിനിമയമാണ് വേദം പറയുന്നത് എന്ന് നോക്കുക. അപ്പോ സമ്പത്തിനായി ആദ്യം പ്രാർത്ഥിച്ചു. ആ സമ്പത്ത് എന്ത് വേണം? നാം ഓരോരുത്തരും നമ്മളുടെ അർഹതയ്ക്ക് അനുസൃതമായ വിധത്തിൽ ആ സമ്പത്തിനെ നമ്മൾ എടുക്കണം. നമ്മൾ ഒരിക്കലും അലസരായിരിക്കാൻ പാടില്ല. നമ്മുടെ യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കണം.